ഉണ്ടാകും എന്നുള്ളത് മനസ്സമാധാനം കിട്ടുവാനുള്ള മാർഗമാണ്. അവിടെയാണ് സക്കാത്ത് കൊടുക്കുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഇപ്പൊ മനസ്സമാധാനം ഉണ്ടാകുന്ന മാർഗം കൂടിയാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അവന്റെ നാട്ടുകാരുടെ പ്രാർത്ഥന ഉണ്ടാകുന്നതാണ്. അതിനേക്കാൾ ഉപരി ഹദീസ് പഠിപ്പിച്ച് ഇന്ന മിൻ തമാമി ഇസ്ലാമുൽ മർഇ തുഅദ്ദിൽ സക്കാത്ത് എന്നാണ്. ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ, ഒരാളുടെ ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണ്. നിസ്കരിക്കാത്തവരാ കാഫിറാണ്, നിസ്കാരം ഉപേക്ഷിച്ചവരാരാ കാഫിറാണ്. മുസ്ലിമും കാഫിറും നമ്മുടെ വ്യത്യാസം എന്താ? നിസ്കാരമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ഗൗരവമായി പഠിപ്പിച്ചതാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. സക്കാത്ത് ഒരു മനുഷ്യൻ മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ ഓൻ സക്കാത്ത് കൊടുക്കണം എന്നാണ്. ഇനി എന്റെ മുന്നിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമ്മുടെ കച്ചവടം, നമ്മുടെ കൃഷി, നമ്മുടെ വരുമാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശമ്പളം, നമ്മുടെ സ്വർണം, നമ്മുടെ നിധികൾ, നമ്മുടെ അക്കൗണ്ടുകൾ, നമ്മുടെ ലോക്കറുകൾ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ദുരിതം എന്ന് വെച്ചാൽ റമദാനിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് ചിലരൊക്കെ ധരിച്ചത് എന്നാണ്. അങ്ങനെയൊന്നുമില്ല. വർഷം തികയുമ്പോഴാണ്. ഇതുവരെ കൊടുക്കാൻ തുടങ്ങാത്തവർ ഈ റമദാനിൽ തുടങ്ങുക, പിന്നെ അടുത്ത കൊല്ലം മുതൽ റമദാനിലാക്കി മാറ്റുക എന്നതല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല. പക്ഷെ റമദാനല്ല കാലം. കൃഷിക്ക് എങ്ങനെ റമദാനാവുക? കൃഷി വിളവെടുക്കുമ്പോഴാണല്ലോ. ശമ്പളത്തിന് എങ്ങനെ റമദാനാവുക? അതാ കാലം തികയുമ്പോഴാണല്ലോ. ഒരാൾ ജനുവരി 1 ജോലി ചെയ്യാൻ തുടങ്ങി, അയാൾക്ക് എല്ലാ കൊല്ലം ജനുവരി 1 റമദാൻ കിട്ടൂലോ. അപ്പൊ റമദാനല്ല, പക്ഷെ ഇതുവരെ കൊടുത്തു തുടങ്ങാത്തവർ ഇന്ന് തുടങ്ങണം. നമ്മുടെ ബാങ്കിൽ എത്ര അപ്പൊ ചില ആൾക്കാരുടെ ചോദ്യം, കട ഉണ്ടെങ്കിലും നിക്ഷേപം ഉണ്ടാവും, നിക്ഷേപങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞത് ഞാൻ ഒതിവെച്ച ആയത് സൂറത്തുൽ മുഅ്മിൻ ആയത്താണ്. അതിന്റെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. മുഅ്മിനുകൾ വിജയിക്കാനുള്ള